Barefoot. ഫ്രണ്ട്സ്, നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ, ഏകദേശം 3 weeks കഴിഞ്ഞ് നമ്മൾ വ്ളോഗ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട്. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് വ്ളോഗ്സ് ഒന്നും കാണാത്തതെന്ന്. നല്ല തിരക്കായിരുന്നു. മീൻസ് എനിക്കും ശ്യാമിനും ഡെയിലി വർക്കിൻ്റെ ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പോലും ഫ്രീ ആയിട്ടില്ലായിരുന്നു. ഈവൻ സൺഡേ പോലും വർക്ക് ഉണ്ട്. ബാക്കി ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ളപ്പോൾ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് തിരക്കായതുകൊണ്ടാണ് വ്ളോഗ് ഇടാതിരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായി കാണും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബെറി ഫാമിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 minutes വാക്ക് മാത്രമേ ഫാമിലേക്ക് ഉള്ളൂ. നമ്മളങ്ങനെ ഫാമിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ബോക്സസ് കിട്ടും. അപ്പോൾ ഞാൻ ചെറിയൊരു ബോക്സാണ് പറഞ്ഞത്, ഏകദേശം 1/2 അല്ലെങ്കിൽ 1 kg ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഓരോ ബോക്സ് തന്നിട്ട് ഈ ബോക്സിൻ്റെ വെയിറ്റ് അവർ നോക്കിയിട്ട് നമുക്കൊരു ബില്ല് തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അല്ല, സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി, വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്ലക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പാകത്തിനുള്ളത് പറിച്ചെടുത്ത് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ വെയിറ്റ് നോക്കും. അതിനുശേഷം നമ്മുടെ വെയിറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളത് നമ്മൾ പേ ചെയ്യണം. ഈ കാണുന്ന പ്ലാന്റ്സ് മുഴുവൻ ബ്ലൂബെറീസിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതുപോലെ ചട്ടിയിൽ ഒരു നോർമൽ ഹൈറ്റിലാണ് ബ്ലൂബെറീസ് വളരുന്നത്. ഇതുപോലെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ നിൽക്കുന്ന ബ്ലൂബെറീസ് ആണ് നമുക്ക് പറിക്കാൻ പാകമായിട്ട് പഴുത്ത് നിൽക്കുന്ന ബ്ലൂബെറീസ്. ഈ കാണുന്ന സ്ഥലം മുഴുവൻ സ്ട്രോബെറീസ് നട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതുപോലെ താഴെയാണ് സ്ട്രോബെറീസ് നടുന്നത്. നമ്മളിത് കാണുമ്പോഴേ ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ അത് ഒരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പൊക്കി നോക്കില്ലേ, അന്നേരം ഇത് നിറച്ച് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇതുപോലെയാണ് താഴെ ഉണ്ടായി നിൽക്കുന്നത് നിറച്ചും. അപ്പോൾ നമ്മളും ഇത് ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അതുകൊണ്ട് വല്ലാത്തൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കിട്ടിയില്ലടാ, ചെറുത് പറഞ്ഞ വലുത്. എന്ത് കളർ ഇത്? എന്ത് പന്തിരാണ്? നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഫ്രഷ് ആണ്. ഇതാ ഞാനും കുറച്ച് പറിച്ചെടുത്തു. അതിൻ്റെ കളറ് ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. പൊക്കി കാണിച്ചു കൊടുത്തേടാ. കണ്ടോ, ഇങ്ങനെയാണ് ആക്ച്വലി സ്ട്രോബെറി ഉണ്ടായി. വലിപ്പം മാത്രമല്ല, പക്ഷെ ബാക്കി പറിക്കേ. ഇവിടെയൊക്കെ നല്ല കളേഴ്സാണ്. അവിടെ അപ്പുറത്തുണ്ട്, അവിടെ കുറേ ഉണ്ട്. എടാ, കാണുന്നത് നല്ല റെഡിഷാണ്. കാണുമ്പോൾ ഇതുപോലത്തെ സ്ട്രോബെറീസ് നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നും. പക്ഷെ ഒന്നല്ലെങ്കിൽ ശരിക്കും വാഷ് ചെയ്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നന്നായി തുടച്ചിട്ട് കഴിക്കുക. കാരണം അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ മുള്ളു പോലത്തെ ഒരു കാര്യമുണ്ട്. അപ്പം നന്നായി വാഷ് ചെയ്തിട്ട് കഴിക്കുകയായിരിക്കും നല്ലത്. നമ്മളിതാ ഇത്രയും സ്ട്രോബെറി ഇപ്പോൾ പറിച്ചു. ഇനിയും നമുക്ക് കുറച്ചും കൂടി പറിച്ചെടുക്കാം കേട്ടോ. ഒരു കാര്യം കാണിച്ചു തരാം. ഇത് പഴുക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഒരെണ്ണം പറിച്ചെന്ന് വെച്ച് കുഴപ്പമില്ലല്ലോ, ഈ ഒരു കളറായിരിക്കും കേട്ടോ ഇത് പഴുക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു നല്ല ഈ ഒരു റെഡിഷ് കളറിലേക്ക് മാറുന്നത്. ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരണം, ഇങ്ങനത്തെ ഒരു ഫാമൊക്കെ കാണണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ നിറച്ചും ഉള്ളിൽ കണ്ടോ റെഡ് കളറ്. അത് മാറ്റി കാണിച്ചു കൊടുത്തേ. എന്താ നോക്ക്, അമ്പോ. ഈ കാണുന്ന ഫ്ലവർ ഇതാ നോക്ക്, ഇത് പോപ്പി ഫ്ലവർ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റാപ്സീഡ് ഫീൽഡ് പോയി, അതുപോലെ പോപ്പി ഫ്ലവറാണ്. ഇതിൻ്റെ എവിടെയോ ഒരു ഫീൽഡ് ഉണ്ട്, പക്ഷേ അത് ആക്ച്വലി എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ബൈ കാറാണ് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് പോകാൻ ഞാൻ. ഇതിൻ്റെ ഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതാണ് പോപ്പി ഫ്ലവർ. നല്ല രസമില്ലേ? അതിനെന്താ അടിപൊളി കളർ നോക്കുക. ഇതുമാതിരി ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ് ഈ ഫ്ലവറിന്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നമ്മൾ സ്ട്രോബെറി ഇതായി ഇവിടെ വെച്ച് നിർത്തി. കാരണം ഇവിടെ ഒരുപാടുണ്ട്. എല്ലാ ബെറീസിൻ്റെയും ഒരു ഫാമാണ് ആക്ച്വലി ഇത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത്ര മതി. ഇനി കുറച്ച് കൂട്ടിയാൽ ശരിയാവില്ല. ഇനി ഇവിടെയുള്ള നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ റെഡ് റാസ്ബെറി, അതായത് ഹിംബീർ എന്ന് പറയും ഇവിടെ ജർമ്മനിൽ. റെഡ് റാസ്ബെറിയുടെ
ചെടികളാണ് ഈ നിൽക്കുന്നത്. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതോടെ ഇഷ്ടംപോലെ പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും നമുക്ക് കഴിച്ചാൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഞങ്ങൾ പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഏകദേശം 795 8 യൂറോസാണ്. 8 യൂറോസൊക്കെ വരും 750 ഗ്രാമിന് തന്നെ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മളിതുപോലെയുള്ള ഫാംസിൽ വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബെറീസിന് മാത്രമാണ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ വെച്ച് എത്ര വേണമെങ്കിലും കഴിക്കാം. റെഡ് കറൻസ് എന്നാണ് ഇതിൻ്റെ പേര്. റെഡ് കറൻസ് കണ്ടോ, ഒരുമാതിരി എന്താ പറയുക, ജെല്ലിയോ ഗ്ലാസ് പോലെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സാധനം. അപ്പം ഇതും കാണാറുണ്ട്. ഇതുപോലത്തെ സ്ട്രോബെറിക്ക് സത്യം പറഞ്ഞാൽ അത്ര കോസ്റ്റ്ലി അല്ല ഇവിടെ. പക്ഷെ വേറെ ഈ റെഡ് റാസ്ബെറി, ഹിംബേറിയൻ, അതിനും ഇതിനൊക്കെ റെഡ് കറൻസിനൊക്കെ നല്ല വില കൂടിയ ഫ്രൂട്ട്സാണ്. ഇതാണ് സാധനം. ഒരു പുളിയും മധുരം എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇത് നമ്മുടെ സ്ട്രോബെറി ഫാമിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോഴ്സിനെയൊക്കെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ നന്നായിട്ട് കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. നമ്മളങ്ങനെ ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ മേടിച്ചത് സ്ട്രോബെറിയാണ്. ആദ്യം നമ്മൾ ഫാമിലേക്ക് കയറിയ സമയത്ത് നമുക്ക് അവരൊരു ബില്ലും അതുപോലെ ബാസ്ക്കറ്റും തന്നിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് അവിടെ പേ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയത്. അതിനുശേഷം നമ്മൾ എത്രയാണ് മേടിച്ചതെന്ന് അവർ വെയിറ്റ് നോക്കും. അപ്പോൾ 1 kg കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ എമൗണ്ട് പേ ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ വന്ന ഫാമും അപ്പോൾ പറിച്ചെടുത്ത ഫ്രഷ് സ്ട്രോബെറീസ്, അതുപോലെ റാസ്ബെറി, ബ്ലൂബെറി, അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നട്ട് വളർത്തുന്നത്, അത് ഡയറക്റ്റ് കഴിക്കുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ചെയ്തത്. അപ്പോൾ സൂൺ അടുത്ത വ്ളോഗ് എന്തായാലും ഷുവറായിട്ടും നല്ലൊരു കണ്ടൻറ്റും നല്ല സ്ഥലവും ഒക്കെ ആയിട്ട് വരും. ഗ്യാരൻറ്റീഡാണ്. കാരണം അതൊരു സർപ്രൈസാണ് വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ സീ ഓൾ, ബൈ.